ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴതോരു മുംബൈയിലെ പുതിയ കഥ കേട്ടാലോ? അലീന വന്നതോടെ അലീനയുടെ വലിയ ഫാനായിരിക്കുകയാണ് നമ്മുടെ വല്യപ്പച്ചൻ, നമ്മുടെ ഔതക്കുട്ടി. സ്റ്റാലിൻ ജോസഫിൻ്റെ അടുത്ത് വന്ന് അലീനയെ പറഞ്ഞയച്ച് പെട്ടെന്ന് പോകാൻ വന്ന വല്യപ്പച്ചൻ അലീനയെ കണ്ടതോടെ മനസ്സ് മാറി അവിടുന്ന് പോകാനേ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് വന്ന് പോകാൻ വന്ന വല്യപ്പച്ചൻ പിന്നെ പോകുന്നതേ ഇല്ല. അങ്ങനെ സ്റ്റാലിൻ ജോസഫും വല്യപ്പച്ചനും അലീനയും കൂടി തോട്ടം കാണാൻ പോവുകയാണ്. തോട്ടം കാണാനായി പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കാനാണ് അലീനയോട് സ്റ്റാലിൻ ജോസഫ് പറയുന്നത്. അങ്ങനെ വല്യപ്പച്ചൻ ബാക്കിലും അലീന മുന്നിലും ഇരുന്ന് അവർ തോട്ടം കാണാൻ പോവുകയാണ്. അങ്ങനെ റബ്ബർ തോട്ടത്തിലെത്തി സ്റ്റാലിൻ ജോസഫ് തൻ്റെ വിശാലമായി കിടക്കുന്ന റബ്ബർ തോട്ടം അലീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ സ്റ്റാലിൻ ജോസഫ് നല്ല അഹങ്കാരത്തോടെയും ഗമയോടെയും അലീനോട് പറയാണ്, ഈ തോട്ടം വാങ്ങിച്ചത് ഞാനാണ്. ഞാൻ ഇത് വാങ്ങുമ്പോൾ ഇവിടെ കുറ്റിക്കാടായിരുന്നു. ഞാൻ വാങ്ങിയ ശേഷം റബ്ബറെല്ലാം വെച്ച് പിടിപ്പിച്ചത് താനാണെന്ന് അലീനയോട് സ്റ്റാലിൻ ജോസഫ് പറയുന്നു. ഇത് കേട്ട അലീന പറയാണ്, തന്നെത്താൻ ചെയ്തതല്ലല്ലോ, തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ചതല്ലേ. അപ്പോൾ സ്റ്റാലിൻ പറയാണ്, താൻ തൻ്റെ പൈസയ്ക്ക് ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ അലീന പറഞ്ഞു, തൊഴിലാളികൾ ഇല്ലെങ്കിൽ ഈ ഒരു തോട്ടവും ഉണ്ടാവില്ലായിരുന്നല്ലോ, ശരിയല്ലേ എന്ന്. ഇത് കേട്ടപ്പോൾ സ്റ്റാലിൻ ജോസഫിന് ദേഷ്യം വരുന്നു. ഇത് പറഞ്ഞ് അലീന അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. സ്റ്റാലിൻ ജോസഫ് ഇത് കേട്ട് അപ്പച്ചനോട് പറയാണ്, അപ്പച്ച, നമ്മൾ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ? അപ്പച്ചനോട് സ്റ്റാലിൻ ചോദിക്കുകയാണ്. അപ്പോൾ അപ്പച്ചൻ പറയാണ്, കൂടുതലാ, കുറവല്ല. നീ പറഞ്ഞതും അവൾ പറഞ്ഞതും ശരിയാണ്. അങ്ങനെ അവർ വണ്ടിയെടുത്ത് ഫാക്ടറിയിലേക്ക് പോകുന്നു. ഫാക്ടറിയിലെത്തി തൊഴിലാളികളെ കാണാനായി സ്റ്റാലിൻ ജോസഫ് ഇറങ്ങുമ്പോൾ അലീനയോട് പറയുന്നു, ഇവിടെ ഇരുന്നാൽ മതി, താൻ പോയി വരാമെന്ന്. അപ്പോൾ അലീന പറയുന്നു, തനിക്കും കാണണ്ടേ എന്ന്. സ്റ്റാലിൻ ജോസഫിന് അലീനയെ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അത്ര സമ്മതമല്ലായിരുന്നു. പക്ഷേ അപ്പച്ചൻ ഇടപെട്ട് അലീനയെ കൂടി ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് ഉള്ളിൽ കയറി കണക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പച്ചനും അലീനയും പുറത്ത് ഓഫീസിൽ ഇരുന്നു. അങ്ങനെ ഓഫീസിലെ സ്റ്റാഫെല്ലാം അലീനയും അപ്പച്ചനെയും വന്ന് കണ്ട് സംസാരിച്ചു പോയി. വീണ്ടും അവർ അവിടെ നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറി സ്റ്റാലിൻ ജോസഫിൻ്റെ പുതിയ സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി പുറപ്പെട്ടു. ഒരു തോടിൻ്റെ മുകളിൽ ചെന്ന് അവിടെ നിന്ന് സ്റ്റാലിൻ ജോസഫ് പറഞ്ഞു, ഇതൊക്കെ തൻ്റെ സ്ഥലങ്ങളാണ്. അവിടെ ഫാക്ടറിയിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ചെക്ക് ഡാം പണിയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു അലീനയോട്. ഇത് കേട്ടപ്പോൾ അലീന ചോദിച്ചു, ചെക്ക് ഡാം പണിയുന്നത് കൊണ്ട് ആർക്കാ എന്ത് ലാഭമാണ്? ജനങ്ങൾക്കൊക്കെ ദോഷം വരില്ലേ? വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ വലയില്ലേ എന്നൊക്കെ അലീന സ്റ്റാലിൻ ജോസഫിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അലീനയുടെ ചോദ്യങ്ങളൊന്നും സ്റ്റാലിൻ ജോസഫിന് അത്ര രസിച്ചിരുന്നില്ല. കാരണം തോട്ടം കാണാൻ ഇറങ്ങിയപ്പോൾ റബ്ബർ തോട്ടത്തിലെത്തി സ്റ്റാലിൻ ജോസഫിൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ കണക്കും കാര്യങ്ങളും ചോദിച്ച് 1 കോടിയിലധികം രൂപ സ്റ്റാലിൻ ജോസഫിന് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അനാഥാലയത്തിനും രോഗികൾക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്കും സഹായം കൊടുക്കലുണ്ടോയെന്ന് അലീന അവിടെ വെച്ച് ചോദിച്ചിരുന്നു. അതൊന്നും സ്റ്റാലിൻ ജോസഫിന് അത്ര രസിച്ചിരുന്നില്ല. അതുപോലെ തോട്ടത്തിലെ ആവശ്യത്തിലേക്കായി കനാലിൽ ചെക്ക് ഡാം കെട്ടുന്നതിനെക്കുറിച്ച് അലീനയോട് സ്റ്റാലിൻ ജോസഫ് പറഞ്ഞപ്പോഴും അതിനെതിരെ അലീന നെഗറ്റീവ് പറയുകയാണ് ചെയ്തത്. അങ്ങനെ അലീന ചോദിക്കുന്നത് കേട്ടപ്പോൾ സ്റ്റാലിൻ ജോസഫ് തിരിച്ചു ചോദിക്കുകയാണ്, നീ കമ്മ്യൂണിസ്റ്റാണോ? നിൻ്റെ പാർട്ടി ഏതാ? എന്നൊക്കെ ചോദിക്കുകയാണ് സ്റ്റാലിൻ ജോസഫ്. അങ്ങനെ അലീന പറയാണ്, യേശുവാണ് തൻ്റെ ഫസ്റ്റ് റോൾ മോഡൽ എന്ന്. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് ദേഷ്യത്തോടെ വണ്ടിയിൽ കയറി തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. അങ്ങനെ അലീനയും അപ്പച്ചനും സ്റ്റാലിൻ ജോസഫിൻ്റെ വണ്ടിയിൽ കയറുന്നു. ദേഷ്യത്തോടെ സ്റ്റാലിൻ ജോസഫ് വണ്ടി സ്പീഡിൽ ഓടിക്കുമ്പോൾ അലീന സ്റ്റാലിൻ ജോസഫിൻ്റെ കയ്യിൽ പിടിക്കുന്നു. അവൾ സ്പർശിച്ചതോടെ സ്റ്റാലിൻ ജോസഫ് അലീനയോട് പറയാണ്, താൻ ഇനി ചെക്ക് ഡാം കിട്ടുന്നില്ല, നിനക്ക് സന്തോഷമായില്ലേ എന്ന് അലീനയോട് ചോദിക്കുന്നു. അലീന നിറകണ്ണുകളോടെ തൻ്റെ അപ്പച്ചനെ സ്റ്റാലിൻ ജോസഫിനെ നോക്കി പുഞ്ചിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. കൂടുതൽ കഥകൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.